എണീറ്റിട്ടോ ഇന്ന് നമുക്ക് ഇതുപോലെ കുറച്ച് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഇന്ന് ഞാൻ പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഇന്ന് തന്നെ അയക്കാനുള്ള വേറെ ഒരു 4 ഇത്രയും പേപ്പറും കൂടി അവൻ എടുത്ത് തന്നിട്ടുണ്ട്, കുറച്ച് അഡ്രസ്സുകളും കൂടി. അപ്പോൾ ഇതും കൂടി ഇന്ന് തന്നെ നമുക്ക് അയക്കണം. ഓൾറെഡി ഇവൻ എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഞാനിനി പാക്ക് ചെയ്തിട്ട് നമ്മൾ ഇന്ന് നേരെ കൊറിയറിലേക്ക് പോകും. ഇനി ഞാൻ അടുത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മില്ലറ്റ്സ് മേടിക്കേണ്ടതിൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ കുറേ മില്ലറ്റ്സ് ഒത്തിരി പേര് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് കറി മഞ്ഞളുണ്ട്, നമ്മൾ തന്നെ കഴുകി ഉണങ്ങി പൊടിച്ചെടുക്കുന്ന വയനാടൻ മഞ്ഞൾ പൊടിച്ചെടുക്കുന്ന നിറയെ കുറുക്കുമിനുള്ള ഈ ഒരു മഴക്കാലവും പിന്നെ രോഗപ്രതിരോധ ശേഷി ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി നമുക്ക് ഏറ്റവും കഴിക്കാൻ പറ്റുന്ന ഒരു സംഗതി ഒറിജിനൽ കറി മഞ്ഞൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഭക്ഷണത്തിലൊക്കെ. അപ്പോൾ അതും ഒത്തിരി ഓർഡർ വന്നിട്ടുണ്ട്. മഴക്കാലമൊക്കെ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ തന്നെ ഇപ്പം ഇങ്ങനെ ഒത്തിരി രോഗങ്ങളും അതും ഇതും നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്ന ഒത്തിരി സാഹചര്യങ്ങളും ചുറ്റോട് ചുറ്റും കാണുന്നു കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടി വെക്കണം. പെട്ടെന്നൊന്നും രോഗാണുകൾ നമ്മുടെ ശരീരത്തിൽ കയറി പിടിക്കാതിരിക്കാൻ അതിന് ഒരു ബെസ്റ്റ് സാധനമാണ്. ഒന്നാമത് നാച്ചുറൽ ആയിട്ടുള്ള സംഗതികളെല്ലാം കൂടുതൽ കഴിക്കുക. അതിൻ്റെ കൂടെ തന്നെ കറിമഞ്ഞൾ പ്രധാനമാണ്. ഒത്തിരി ഓർഡർ വന്നിട്ടുണ്ട്. നമ്മൾ തന്നെ കഴുകി ഉണങ്ങി പൊടിച്ചെടുത്ത് പാക്ക് ചെയ്യുന്ന കറിമഞ്ഞളാണ്. 100% നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. ഒറിജിനൽ ആയിട്ടുള്ള സാധനമാണ്. കോക്കനട്ട് ഓയിൽ ഒത്തിരി പേര് ചോദിച്ചു, പക്ഷേ എൻ്റെ അടുത്ത് ഇല്ല നിങ്ങൾക്ക് തരാൻ. എൻ്റെ പ്രോഡക്റ്റുകൾക്കും പിന്നെ എനിക്ക് കുക്കിങ്ങിനുമായിട്ട് ആളാണ്. മഴ മാറട്ടെ, ഞാൻ ഒത്തിരി കൊപ്രം മേടിച്ചിട്ട് നമ്മൾ തന്നെ അടിച്ചെടുത്തിട്ട് സെയിൽ ചെയ്യാമെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അന്നേരം തരാം കേട്ടോ. പണ്ട് ഞാൻ കൊടുത്തിരുന്നു. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഇപ്പം ഞാൻ 100 കിലോ മേടിച്ചാണെങ്കിലും കൊപ്ര മേടിച്ചിട്ട് ഞാൻ ആട്ടിയെടുത്താണെങ്കിലും എനിക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് നമുക്കുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് കോക്കനട്ട് ഓയിൽ ഞാൻ നമ്മുടെ വെബ്സൈറ്റിൽ ഇടാട്ടെ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതെല്ലാം ഇനി പാക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ എല്ലാം ഫോട്ടോ എടുത്തിട്ട് കൊറിയറുകാർക്ക് അയച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ എണ്ണ എടുക്കണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാഗിലാക്കിയിട്ട് നേരെ കൊറിയറിൽ പോകും. അപ്പം അതെല്ലാം കൊണ്ട് കൊടുത്തിട്ട് ബില്ലൊക്കെ മേടിച്ച് ട്രാക്കിംഗ് ഐഡിയൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ ഇതും കൂടി എനിക്ക് പാക്ക് ചെയ്യണം. 4 മണിക്ക് എണീറ്റിട്ട് ഞാൻ നിന്ന് ഇങ്ങനെ പാക്ക് ചെയ്യാനുള്ള ദിവസം ഞാൻ കുറച്ച് നേരത്തെ എണീക്കും. ഒത്തിരി സമയം എടുക്കും. എങ്ങനെയാണെങ്കിലും നമ്മൾ ഉച്ച വരെയുള്ള സമയം പോകും അങ്ങനെ പാക്കിങ്. അങ്ങനെ അപ്പം അത് ഇനിയിപ്പം ഞാനൊരു 2-3 ചപ്പാത്തി ഹണി കൂട്ടിയിട്ട് ചുരുട്ടിക്കൂട്ടി അത് ചായയും കൂടി കഴിച്ചു. എന്നിട്ട് ഇനിയിപ്പം ഉച്ചയ്ക്ക് ഇനി പോയി വന്നിട്ട് ഞാൻ കഴിക്കുന്നുള്ളൂ. അങ്ങനെ ഓർക്കും എന്തെങ്കിലുമൊക്കെ കറി വെക്കണം, ഫിഷൊക്കെ ഫ്രൈ ചെയ്യണം, എന്നിട്ട് പോകണം. അങ്ങനെയാണ്. ഒത്തിരി റെസ്പോൺസ് ഉണ്ടാവും നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ. ഒത്തിരി പേര് പിന്നെ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് വിട്ടു ഉപയോഗിക്കുന്നവരൊക്കെ. അപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്തിരുന്നു കുറച്ച് പേരെങ്കിലും നിങ്ങളൊന്ന് യൂട്യൂബിൽ നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം എഴുതിക്കോളൂ എന്ന്. എന്താണെങ്കിലും ചിലവർ ഇപ്പം ഞാൻ ഒരു ബാച്ച് ഉണ്ടാക്കുമ്പോൾ അത് കുറച്ച് കട്ടി കൂടി അവർ പറയാറുണ്ട് എന്നോട്, ലിപ്പ് ബാം ഇച്ചിരി സ്മൂത്ത് ആയിട്ട് ഉണ്ടാക്കണം, അങ്ങനെ അങ്ങനെ എല്ലാത്തിൻ്റെ ഒപ്പീനിയൻ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. അതനുസരിച്ച് അടുത്ത ബാച്ചിൽ ഞാൻ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്താറുണ്ട് കേട്ടോ. കളറിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒത്തിരി അങ്ങനെ എന്ത് നിങ്ങൾക്ക് എന്നോട് സജസ്റ്റ് ചെയ്യാം. അങ്ങനെ പോര് കൂട്ടാതെ കുശുമ്പ് കൂട്ടാതെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഓക്കെ, ഞാൻ ഇതെല്ലാം എണ്ണി പാക്ക് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഒത്തിരി വീഡിയോസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നിനും സമയം കിട്ടുന്നില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാനിങ്ങനെ നല്ല എടുത്തിട്ട് ബാഗിലാക്കട്ടെ, എണ്ണി എടുത്തിട്ട് പിന്നെ നമുക്ക് ഈ ഒരു 3-4 പേജും കൂടി ഉണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് ഇതും കൂടി നമുക്ക് പാക്ക് ചെയ്യണം. ബാക്കിയെല്ലാം ഒത്തിരി മെസ്സേജ് വന്ന് കിടപ്പുണ്ട് വാട്സപ്പിൽ. അതെല്ലാം ഇനി നോക്കണം, അവർക്ക് അതിൻ്റെ സജഷൻ കൊടുക്കണം. അങ്ങനെ പിന്നെ പ്രിൻ്റ് എടുക്കാനുള്ള കുറേ ഉണ്ട്. മില്ലറ്റ്സും കറിമഞ്ഞളും അങ്ങനത്തെയൊക്കെ അതെല്ലാം നോക്കണം, എടുക്കണം. അങ്ങനെ കുറേ ജോലികളുണ്ട്. അപ്പോൾ ഇച്ചിരി ക്ഷമയോടെ കാത്തിരിക്കണം കേട്ടോ. ഒത്തിരി നമുക്ക് ഒന്നാമത് ഇവിടെ വേറെ ആരും ഹെൽപ്പിന് കിട്ടാനില്ല. അമൃത ഉണ്ടായിരുന്നു, അമൃതയ്ക്ക് ഇപ്പോൾ വേറെ ജോലി കിട്ടിപ്പോയേക്കണം. അപ്പോൾ അതങ്ങനെയായി. പിന്നെയുള്ളത് പിന്നെ അശുകൊച്ചൊക്കെയാണ്. നിങ്ങളെയൊക്കെ തല്ലിക്കൂട്ടി കൊണ്ടുപോകുന്നൊരു ഹെൽപ്പ് മേടിക്കുമ്പോഴത്തേക്കും നമ്മൾ ടയേർഡാവും, മെൻ്റലി ടയേർഡാവും. അപ്പോൾ കുറേയൊക്കെ അവർ ഹെൽപ്പ് ചെയ്യും കേട്ടോ, ഇല്ലയെന്നല്ല. എന്നാലും പിന്നെ അങ്ങനെയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് കിടന്ന് ഇങ്ങനെ തുഴയുന്നതുകൊണ്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. എന്നാലും ഞാൻ മാക്സിമം ഒരു 3-4 ദിവസത്തിനുള്ളിൽ എല്ലാം ക്യാരി ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് അയക്കും. അങ്ങനെയാണ്. അപ്പോൾ അതുവരെ ക്ഷമയോടിരിക്കണം. എപ്പോഴും എന്നെ ഇങ്ങനെ വാട്സപ്പിൽ വിളിക്കുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. എന്തായാലും നമ്മൾ ഫോൺ എടുക്കുമ്പോൾ കുറേ സമയം പോകും. അപ്പോൾ പിന്നെ എല്ലാം പെൻഡിങ് ആവും. അത്രയും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ കോൺസെൻട്രേഷൻ പോകും. പാക്കിംഗ് ആണെങ്കിൽ അത് അങ്ങനെ ഇങ്ങനെ. അപ്പം അതുകൊണ്ട് എനിക്ക് വാട്സപ്പ് കോൾ എടുക്കാനേ പറ്റത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വോയിസ് മെസ്സേജ് അയക്കും. ഞാനത് ടൈം പോലെ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഇന്നലെ 1:30 കിടന്നപ്പോൾ തന്നെ. അപ്പോൾ അതുപോലെയൊക്കെ ഞാൻ നോക്കിയിട്ട് മെസ്സേജ് തന്നോളാം. കുറച്ച് ക്ഷമോടി. എന്താ നിങ്ങൾ കോൾ എടുക്കാത്ത, എന്താ നിങ്ങൾ വാട്സപ്പിൽ പൈസ അയച്ചിട്ട് നോക്കാത്ത, അങ്ങനെയൊക്കെ പറഞ്ഞ് ഹളം ഉണ്ടാക്കില്ലേ. നിങ്ങളുടെ പൈസ ഒന്നും നഷ്ടപ്പെടത്തില്ല. നമ്മൾ നോക്കും. എല്ലാം നമ്മൾ ബാങ്ക് ത്രൂ അല്ലേ. അപ്പോൾ ഒന്ന് പേടിക്കണ്ട. നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുന്നു അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുന്നു, ഒന്നിനും ഒരു കുഴപ്പവും വരത്തില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ നിങ്ങൾക്ക് എൻ്റെ പൈസ തിരിച്ചു തരും വരും. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരാൻ പറ്റില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ പൈസ ഉറപ്പായിട്ട് തിരിച്ചു തരുമല്ലോ. പ്രോഡക്റ്റ് തരാൻ പറ്റാതിരിക്കുന്ന പ്രശ്നമില്ല. നമ്മൾ റെഡിയാക്കി ഒന്ന് പാക്ക് ചെയ്യാനുള്ള താമസമില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒന്നും പേടിക്കണ്ട. പിന്നെ അപ്പം തന്നെ റിപ്ലൈ കിട്ടണമെന്ന് പറഞ്ഞ് ഇങ്ങനെ വഴക്ക് കൂടല്ലേ. അപ്പോൾ എനിക്ക് ദേഷ്യം വരും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ ഞാൻ ഇറിറ്റബിൾ ആവും. നമ്മൾ മനുഷ്യരല്ലേ. അങ്ങനെ എത്രയൊക്കെ നമ്മൾ ഓക്കെ അവർ കസ്റ്റമറാണ്, അവർ അങ്ങനെ അവരോട് മാന്യമായിട്ട് പെരുമാറണം എനിക്കിഷ്ടം. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. എന്നാലും ഒത്തിരി ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക കേട്ടോ.
നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരാളായിട്ട് കണ്ടിട്ട് അങ്ങ് ക്ഷമിച്ചേക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ്. എനിക്ക് ദേഷ്യം വരും, അങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ ഞാൻ വിളിച്ചു പറയും, പക്ഷെ അപ്പം തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് പോകും, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ്. അതൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ദേഷ്യം എന്നിട്ട് പറയുന്നില്ല, അപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ കിടന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്നത് അങ്ങനെ. അതിപ്പം അശ്വിൻ മാത്രമേ അത് അഡ്ജസ്റ്റ് ചെയ്യത്തുള്ളൂ. അശ്വിൻ അറിയാം ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ എൻ്റെ ഡ്രസ്സിൻ്റെ മാതിരി പൊളിക്കുന്നേ മിനു, എൻ്റെ ഡ്രസ്സിൻ്റെ മാതിരി പൊളിക്കുന്നേ. ഞാൻ പിന്നെ മഴക്കാലമല്ലേ, അപ്പോൾ നമുക്ക് ഈ റൗണ്ട് ഏരിയ ഉണ്ടല്ലോ, അതിൽ ഞാൻ തുണി അലക്കിയിട്ട് വിരിച്ചിടും. അവിടെ കാറ്റ് പെട്ടെന്ന് കിട്ടിയിട്ട് പെട്ടെന്ന് ഉണക്കിയിട്ട് അപ്പം അതിൻ്റെ വള്ളിയിൽ പവാടേൻ്റെ ഒക്കെ വള്ളിയിൽ കിടന്ന് തൂങ്ങിക്കിടന്ന് ഒരാൾ വലിച്ചടിക്കാൻ നോക്കുന്നു. അങ്ങനെ ആരെങ്കിലും വരുമ്പോൾ ഭയങ്കര വൃത്തികേടാട്ടോ. ഇതിൽ റൗണ്ടിൽ ഇങ്ങനെ വിരിച്ചിടുന്ന ഈ മറ്റേ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ജനലേക്കടെ വരാത്തേക്കടെയൊക്കെ വിരിച്ചിട്ട് അപ്പം ഞാൻ ഓടി ഒന്ന് എടുത്തിട്ട് ഏതെങ്കിലും റൂമിലിടും. ഗേറ്റ് കിടന്ന് ആരെങ്കിലും വന്ന കാണുമ്പോൾ തന്നെ ഇവിടെ വിരിച്ചിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. റൗണ്ട് ഏരിയയിൽ ഇങ്ങനെ വിരിച്ചിട്ടല്ല, ബാക്കിയുള്ള സ്ഥലത്ത് തികയത്തില്ല. മഴക്കാലമല്ലേ, അത്ര പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല. അങ്ങനെയൊക്കെ ഇടും. പിന്നെ നമുക്ക് മുറ്റത്തൊന്നും ഇടാനും പറ്റത്തില്ല, പിന്നെ പുറകുവശത്തോടെ ഒന്നും ഇടാൻ പറ്റത്തില്ല. പട്ടിക്കുഞ്ഞുങ്ങളെയൊക്കെ അഴിച്ചു വിടുമ്പോൾ അതുങ്ങളെല്ലാം കടിച്ചു വലിക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ശരി, നമുക്ക് പാക്ക് ചെയ്യാം. പോയിട്ട് വന്നിട്ട് ഇനി പറ്റിയ ഞാനൊരു വീഡിയോ വേറെ ഷൂട്ട് ചെയ്യണമെന്ന് ഓർത്തിരിക്കുക, കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ടാറ്റാ. അപ്പോൾ മറക്കണ്ട, ഓർഡർ തരും കേട്ടോ. ബോഡി മോയ്സ്ചർ, ഹണി ഉണ്ട്, നമുക്ക് ഗീ ഉണ്ട്, മില്ലറ്റ്സ് ഉണ്ട്. മില്ലറ്റ്സ് എത്ര മേടിച്ച് കഴിക്കണം കേട്ടോ. കറിമഞ്ഞളുണ്ട്, അങ്ങനെ എല്ലാ സംഗതികളും നമുക്കുണ്ട്. ആശളേരിയൊക്കെ എന്തായാലും കഴിക്കണം. അപ്പോൾ ആശളേരിയൊക്കെ കഴിച്ചാൽ എന്തോരം ഗുണങ്ങളാണ് നമുക്ക് ലേഡീസിനൊക്കെ ആണെങ്കിൽ. നമ്മുടെ പീരീഡൊക്കെ റെഗുലർ ആവാൻ, ഹോർമോൺ ഇംബാലൻസ് ഉണ്ട്, അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ, മുടി പൊഴിച്ചിൽ കുറയാൻ, മുടി വളരാൻ, കേട്ടോ. മുടി വളർന്നെന്ന് പറഞ്ഞ് കുറേ തരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കര ഡ്രീമായിരുന്നു പണ്ട് ചെറുപ്പത്തിൽ കേട്ടോ, ഇങ്ങനെ ചന്തിക്ക് താഴെ മുടി ഇങ്ങനെ അടിച്ചടിച്ച് നടക്കുമ്പോൾ. ഇനി എന്തായാലും അതിനുള്ള ടൈമില്ല, നമ്മൾ ഇത്ര ഏജ് ആയില്ലേ. അങ്ങനെ ഇപ്പോഴാണ് കുറച്ചെങ്കിലും മുടി വളർന്ന് കിട്ടുന്നത് കേട്ടോ. അങ്ങനെയാണ്. എന്നാലും സന്തോഷം. മുടി പൊഴിച്ചിട്ടൊന്നും കുറഞ്ഞില്ല. അങ്ങനെ നമുക്ക് ഹെയർ ഓയിലുണ്ട്, നമ്മൾ തന്നെ ഇവിടെ റെഡിയാക്കുന്ന ഒത്തിരി മരുന്നുകളും അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ എല്ലാം കൂടി ആകുമ്പോൾ നമ്മുടെ ഹെൽത്ത് ഓക്കെ ആകും. പല സംഗതി ആശാലിയേരിയും നമ്മുടെ എന്താ കരിജീരകവും കൂടി അടിപൊളിയാണ് കേട്ടോ. അത് എന്തായാലും മേടിച്ച് കഴിക്കണം. വറുത്ത് വെച്ചിട്ട് കഴിക്കുള്ളൂ. തലേദിവസം ഒന്നെങ്കിൽ വെള്ളത്തിലിടണം. ഞാനത് ഓരോ പ്രോഡക്റ്റിൻ്റെയും കുഞ്ഞു ഷോർട്സ് ആയിട്ട് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കുറേ പേര് സംശയം ചോദിക്കുന്നുണ്ട്, എത്ര വറക്കണം, എങ്ങനെയാണ് അത് കണ്ടത്, മനസ്സിലായില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തുതരാം, വീഡിയോസ് ആയിട്ട് ചെയ്യാം. എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ശരി കേട്ടോ. വീഡിയോ എടുത്ത് വർത്താനം പറയാൻ തുടങ്ങിയാൽ ഞാൻ നോൺ സ്റ്റോപ്പായിട്ട് വർത്താനം പറയും. അതാണ്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം പാക്ക് ചെയ്ത് മീൻസ് നമ്മുടെ കവറിലേക്ക് ആക്കിയിട്ട് ഇനി അതെല്ലാം എടുത്ത് വെച്ചിട്ട് ഡ്രസ്സ് മാറി നമുക്ക് നേരെ കൊറിയറിൽ പോകണം. എന്നിട്ട് അവിടെ കൊടുത്ത് ബില്ല് മേടിച്ചിട്ട് തിരിച്ച് വന്നിട്ട് ഇനി കുറച്ച് ജോലികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പം ഞാനിത് വേഗം ബാഗിലാക്കിയിട്ട് വേഗം ഡ്രസ്സൊക്കെ മാറി പുറമേ പോകുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഒരുങ്ങുന്നതെന്ന് വാട്സപ്പിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒന്നുമില്ലടാ, ഞാൻ പ്ലമ്മിൻ്റെ സൺസ്ക്രീൻ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. അത് പല രീതിക്കുള്ളതുണ്ട്, ട്യൂബായിട്ടുള്ളതുണ്ട്, അല്ലാതെ കുറച്ചും കൂടി ലോഷനായിട്ടുള്ളതുണ്ട്. അങ്ങനെ അത് ഏതെങ്കിലും മാറി മേടിക്കും. സൺസ്ക്രീൻ ജെല്ല് മസ്റ്റാണ്. അത് കഴിയുമ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ അത് മൈ ഗ്ലാമ്പ് സൂപ്പർ സീറം ഫൗണ്ടേഷൻ അതാണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യും. പിന്നെന്താണെന്ന് വെച്ചാൽ റോസ് പൗഡർ അതിടും. കണ്ണെഴുതും, ചിലപ്പോൾ പൊട്ട് തൊടും, ചിലപ്പോൾ പൊട്ട് തൊടില്ല. കമ്മൽ മസ്റ്റാണ്, അതിടും, മോതിരിടും. അത്രയേ ഉള്ളൂ എൻ്റെ ഒരുക്കം. വളരെ സിമ്പിള്. ഒത്തിരി എന്താ പറയുക, ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ. എല്ലാവരും ഒരുക്കുന്നതിന് ഇത്രയും തന്നെ ഉള്ളൂ. ഫൗണ്ടേഷൻ ഇടും, സൺസ്ക്രീൻ ജെൽ ഉപയോഗിക്കും. പിന്നൊന്നുമില്ല. പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക്ക് അല്ലെങ്കിൽ ലിപ് ബാം തേക്കും, പോകും. ഇത്രയേ ഉള്ളൂ. സ്പ്രേ അടിക്കും. സ്പ്രേ മസ്റ്റാണ്, അതടിക്കും. അത് ഏതെങ്കിലും മാറി മേടിക്കും. അത്രേ ഉള്ളൂ. എന്നാൽ ഒരുങ്ങിട്ടേട്ടോ. കമ്മലൊക്കെ ഇച്ചിരി മഴ കുറവുണ്ടായിരുന്നു. 2 ആഴ്ചയായിട്ട് ഇവിടെ പെരുത്ത മഴയായിരുന്നു കേട്ടോ. ഇന്ന് കുറച്ചൊരു എന്താ പറയുക, കാറ്റടിക്കുന്നുണ്ട്. എന്നാലും കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും പുറത്ത് തണുപ്പ് തന്നെയാണ്. കുറച്ച് കഴിയുമ്പോൾ സിറ്റുവേഷൻ മാറും. അതുകൊണ്ട് മഴക്കാലം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പുറത്ത് പോകുമ്പോൾ കുറച്ച് സെറ്റർ ടൈപ്പ് ടോപ്പുകൾ അങ്ങനെ ഇടും കേട്ടോ. അപ്പോൾ അത്രയും തണുപ്പില്ലല്ലോ. അങ്ങനെയൊക്കെയാണ്. കുറച്ചൊരു കമ്പിളി ടൈപ്പ് അങ്ങനത്തെ ഒക്കെ ഇടും. അങ്ങനെയാണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരുക്കുന്നതൊക്കെ പറയുന്നത് സിമ്പിളായിട്ട്. പിന്നെ തൊപ്പിയൊക്കെ വെച്ച് പോകുന്നത് മഴ നനയുണ്ടല്ലോ. നമ്മൾ ഓരോ കടയിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ട്. അപ്പം അതിനെല്ലാം പോകുമ്പോൾ നനയുന്ന എനിക്ക് ഇഷ്ടമേ ഇല്ല. അങ്ങനെ അപ്പം അത് പനി പിടിക്കണ്ടല്ലോ. അങ്ങനെ അപ്പം അതുകൊണ്ട് ഇതുപോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചെറിയൊരു കംപ്ലീറ്റ് ടോപ്പ്, അങ്ങനത്തെ ബനിയൻ ടോപ്പ് അങ്ങനത്തെ ഇട്ടു സ്വസ്ഥമായിട്ട് പോകാം. ഇനി സ്പ്രേയും കൂടി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകാം. അപ്പം നമുക്ക് ബെന്നിച്ചേട്ടൻ വരും. ഓട്ടോയ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ബെന്നിച്ചേട്ടനാണ്. ചേട്ടനും കൂട്ടിയിട്ട് ഞാൻ ഓട്ടോയ്ക്ക് സാധനം എടുത്തിട്ട് പോകും. പശുപൂച്ച കുറച്ച് മുമ്പ് പോയല്ലോ. അപ്പോൾ അവന് എന്തൊക്കെയോ കാര്യങ്ങൾ നടത്താനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് മേടിച്ചിട്ട് അവനവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. നമ്മൾ നേരെ കുറച്ച് സാധനം മേടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോരും. അതാണ് ഇന്നത്തെ ഒരു രാവിലത്തെ പ്രോഗ്രാം. ഉച്ച കഴിഞ്ഞ് കുറേ കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അശോക് കൊച്ച് കാർ എടുത്തിട്ട് പോയേക്കുവാണ്. അപ്പോൾ ഞാൻ ഓട്ടോയ്ക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ബെന്നിച്ചേട്ടനെ വെയിറ്റ് ചെയ്യാണ്. അപ്പം രാവിലെ വാട്സപ്പിൽ വന്നൊരു മെസ്സേജ് എൻ്റെ ഓർമ്മയിൽ വന്നു കേട്ടോ. ഒറ്റപ്പെടുത്തിയും കുറ്റപ്പെടുത്തിയും ഒരാൾ നമ്മളെ വേദനിപ്പിച്ച് കടന്നു പോയാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം ചേച്ചി എന്നൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ള ഒരു പെങ്കൊച്ച്.
അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒറ്റപ്പെടുത്തിയും കുറ്റപ്പെടുത്തിയും ഒരാൾ വേദനിപ്പിച്ച് കടന്നു പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരൊക്കെ നമ്മളെ സമാധാനിപ്പിക്കും. ദൈവം ചോദിച്ചോളും മോളെ അവനോട്, അല്ലെങ്കിൽ പിന്നെ നോക്കിക്കോ അവന് ഇതിനുള്ള ശിക്ഷ കിട്ടും, അല്ലെങ്കിൽ അവൾക്ക് ഇതിനുള്ള ശിക്ഷ കിട്ടും, മോൾ വിഷമിക്കേണ്ട, അവളോട് ദൈവം ചോദിച്ചോളാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുമുള്ളവർ പറയും. പിന്നെ ഒരിക്കൽ അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിക്കോളും, എന്താ കുറേ കാലം കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാക്കിക്കോളും, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ സമാധാനിപ്പിക്കും. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് പറയാനുള്ളത് ഈ മോളോട്, എന്തിന് അവർ ഓൾറെഡി നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റിയതാണ്. പിന്നെ അവർ ഇനി അനുഭവിച്ചാലെന്ത്, അനുഭവിച്ചില്ലെങ്കിൽ എന്ത്, പശ്ചാത്താപിച്ചാലെന്ത്, പശ്ചാത്താപിച്ചില്ലെങ്കിൽ എന്ത്, അതൊന്നും ആലോചിച്ച് പോലും നമ്മുടെ ജീവിതത്തിൽ 5 നിമിഷം പോലും അവർക്ക് വേണ്ടി കളയരുത്. അതുപോലും അവർ അർഹിക്കുന്നില്ല. അങ്ങനെ ഒരു അർഹിക്കുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും നമ്മളെ ഉപേക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചിട്ടോ കടന്നു പോകും. നമ്മുടെ ജീവിതത്തിലെ വിജയമോ പരാജയമോ അവരെ അറിയിക്കാൻ വേണ്ടി ആകരുത് പിന്നെ നമ്മുടെയുള്ള ജീവിതം. മരിച്ചെന്ന് കരുതിയേക്കാം അവർ, പാസ്റ്റ് ഈസ് പാസ്റ്റ്, അതിന് മനസ്സിൽ പോലും ശല്യപ്പെടുത്താൻ പിന്നെ പാടില്ല. നമ്മളുടെ ജീവിതം നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. അത് നമ്മുടേതായ രീതിക്ക് എൻജോയ് ചെയ്ത് വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മളെന്തിന് നമ്മൾ ഉപേക്ഷിച്ച് പോയവരെ, നമ്മളെ വേദനിപ്പിച്ച് പോയ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മളെന്നും വേദനിച്ച് അത് ഹാൻഡിൽ ചെയ്യണേ എങ്ങനെയാണ്, എന്തിനാണ്, അങ്ങനെ ആലോചിച്ച് പോലും സമയം കളയാൻ നമുക്കില്ല. അത് മനസ്സിലാക്കണം. ബെന്നിച്ചേട്ടൻ ഭയങ്കര ഹെൽപ്പിംഗ് ആണ് കേട്ടോ. എന്നെക്കാൾ 1-2 വയസ്സേ മൂത്തുള്ളൂ. ഞാൻ ബെന്നിച്ചേട്ടൻ തന്നെയാണ് വിളിക്കുന്നത്. എല്ലാം എടുത്ത് വെക്കാനും അതിനും ഇതിനൊക്കെ കൂടെ ഒത്തിരി സംസാരിക്കും. അങ്ങനെ ഭയങ്കര നമുക്ക് ലൈക്ക് എ ഫാദർ അല്ലെങ്കിൽ ഒരു മൂത്ത ബ്രദർ, ആ ഒരു രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ബെന്നിച്ചേട്ടൻ കേട്ടോ. എല്ലാ ദിവസങ്ങളിലും കൊറിയർ കൊണ്ടുപോകാൻ ഞാൻ പോകാറില്ല കേട്ടോ. ഇന്ന് കൊറിയർ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ തന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ കൂടി മേടിക്കണം. വലിയ ഷോപ്പിംഗ് അല്ല, ചെറിയ ഈ ഒരു ടൗണിൽ നിന്ന് മേടിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ഭയങ്കര മഴയായതുകൊണ്ട് നമുക്ക് വലിയ ടൗണിലേക്ക് പോകാൻ പറ്റത്തില്ല. ഭയങ്കര കുന്നും മലയും പുഴയും ഒക്കെ, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനും കൂടി ഇന്ന് പോന്നേക്കുന്നത് കേട്ടോ. കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോരുമായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ എത്തി കുറച്ച് നമുക്ക് കൊറിയർ കൊണ്ട് കൊടുക്കണം. പോസ്റ്റ് ഓഫീസിലും ചിലപ്പോൾ കൊടുക്കാണ്ട്, അത് ബെന്നിച്ചേട്ടൻ തന്നെ കൊണ്ട് കൊടുത്തോളും. അപ്പം നമ്മൾ പിന്നെ കൊറിയറിൻ്റെ ബില്ല് എഴുതി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത്രയും ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം. അശ്വൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അവൻ കാർ കൊണ്ട് വന്ന് കാർ എവിടെയോ പാർക്ക് ചെയ്തു. ഇവിടെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ചെറിയ ടൗണാണ് ഇത്. അപ്പം ഇവിടെ അവൻ എവിടെയോ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവനും കൂടി നമ്മുടെ ഓട്ടോയിൽ കയറി എന്നിട്ട് അങ്ങോട്ട് പോകുന്നു. അപ്പം ഈ കൊറിയർ ഓഫീസ് 2ാമത്തെ നിലയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ തിങ്സൊക്കെ വലിച്ചു കയറ്റി 2ാം നിലയിൽ എത്തിക്കുക എന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒത്തിരി ഉള്ള ദിവസങ്ങൾ ഞാൻ ഒന്നുകിൽ അശ്വിനെ വിടും ബെന്നിച്ചേട്ടന് ഹെൽപ്പായിട്ട്, അല്ലെങ്കിൽ ഞാൻ പോകും. അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ ചേട്ടൻ തന്നെ അത് 2ാം നിലയിൽ വലിച്ചു കയറ്റണ്ടേ അങ്ങനെ. അപ്പോൾ ഇന്ന് അശ്വൻ കൊച്ചു ഞാനും ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കൊടുക്കും. പിന്നെ ബെന്നിച്ചേട്ടൻ പോസ്റ്റ് ഓഫീസിൽ 2 ദിനം കൊടുക്കാണ്ടായിരുന്നു, അങ്ങോട്ട് പോകുന്നു. എനിക്കിന്ന് ഇവിടുന്ന് കുറച്ച് ഷാളുകൾ എടുക്കണം കേട്ടോ. മഴക്കാലമായി എൻ്റെ കയ്യിൽ ഷാളുകൾ കുറവാണ്. ഇങ്ങനത്തെ ഈ കോട്ടൻ്റെ ഷാൾ എടുക്കും. അപ്പോൾ ഇതാകുമ്പോൾ രാവിലെ തലയിൽ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി മുടിയും തലയൊന്നും നനയാതിരിക്കും. അതിനുവേണ്ടി അപ്പോൾ അവിടുന്ന് കുറച്ച് ഷാളുകളൊക്കെ സെലക്ട് ചെയ്യണം. പിന്നെ കുറച്ച് കോട്ടൻ്റെ ഇന്നർ വെയറൊക്കെ സെലക്ട് ചെയ്യണം. ഈ ഒരു ഷോപ്പിൽ ഞാൻ എപ്പോഴും തന്നെ വരുന്നത് കേട്ടോ. ചെറിയ ഷോപ്പാണ്, പക്ഷേ എല്ലാം ഉണ്ട്. നമുക്ക് സെലക്ട് ചെയ്യാൻ പാകത്തിന് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ ടൗണേ ചെറുതാണ്, നമ്മുടെ അടുത്തുള്ളൊരു കുഞ്ഞു ടൗണാണ്, തൊട്ടടുത്തുള്ള. അപ്പം അവിടെ വന്നിട്ട് എല്ലാ സാധനങ്ങളും നല്ല പെരുമാറ്റമാണ് ഇവിടെയൊക്കെ ഉള്ളവർക്ക്. അങ്ങനെ എപ്പോഴും ഞാനിവിടെ വന്ന് തന്നെയാണ് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെല്ലാം എടുക്കാൻ ഇങ്ങോട്ടേക്ക് വരും. ഞാൻ മുഴുവൻ എൻ്റെ ഷോപ്പിംഗ് ഫ്ലിപ്കാർട്ട് ആമസോണാണ് കേട്ടോ. വളരെ അപൂർവമാണ് ഇങ്ങനത്തെ എന്തെങ്കിലും കുണ്ടാമണ്ടി സാധനങ്ങൾ എടുക്കാൻ മാത്രമാണ് ഞാൻ ഷോപ്പിൽ കയറാറുള്ളൂ കേട്ടോ. പിന്നെ അശ്വൻ്റെ ഡ്രസ്സുകൾ, പാൻറ്റുകൾ അങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറാറുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. ഞാൻ എനിക്കായിട്ടിപ്പോൾ ഒരു 3-4 കൊല്ലമായിട്ട് ഞാൻ ഒന്നും തന്നെ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടില്ല എന്ന് പറയാം. സാരി ആണെങ്കിലും പലാസോ ആണെങ്കിലും എല്ലാം ടോപ്പുകളും എല്ലാം ഞാൻ ഫ്ലിപ്കാർട്ട് ആമസോണാണ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ അതുകൊണ്ട് മാത്രം ഇങ്ങോട്ടേക്ക് വന്നാൽ. പിന്നെ ഷാള്, അതാണ് പ്രധാനം. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എനിക്ക് 5-8 ഷാള് കോട്ടൻ്റെ തന്നെ അശ്വൻ കൊച്ചി ഇരിപ്പുണ്ട്. അശ്വൻ കൊച്ചിൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര കെയറിങ് രീതിയാട്ടോ. അവനൊരു പ്യൂർ സോളാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര കെയറിങ് ആണ്. പിന്നെ നമ്മളിവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഫിഷ് ഉണ്ട്, ബീഫുണ്ട്, അതുപോലെ ചിക്കനുണ്ട്. എല്ലാം കൂടിയുള്ള 3 സ്ഥലങ്ങളും അടുത്തടുത്തുണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് മീൻ ഇവരെല്ലാം ഫിഷും വെട്ടിത്തരും കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ അവർ നമ്മളിവിടെ സ്ഥിരം മേടിക്കുന്നതുകൊണ്ട് പിന്നെ ഫ്രഷ് ആയിട്ടുള്ളത് ഞാൻ ചോദിച്ചാൽ എനിക്ക് ഉള്ളിൽ നിന്നും എടുത്തു തരും. പുറമേ ഉള്ളത് വേണ്ടാന്ന് പറഞ്ഞാൽ അവരെനിക്ക് ഉള്ളിൽ നിന്നും എടുത്തു തരും. അപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര മഴ, തണുത്തിട്ട് വയ്യ, ഉള്ളിൽ കിടുങ്ങുന്നു എന്ന് പറയില്ല, അതേ അവസ്ഥ. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നമുക്ക് കയറി ചായ കുടിക്കാം. പിന്നെ ഇവിടുന്ന് ഒരു പ്രത്യേക ബണ്ണ് ഞങ്ങൾ മേടിക്കാറുണ്ട് കേട്ടോ. അത് ഈ ഒരു ഷോപ്പിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ പിന്നെ അപ്പോൾ അത് അധികം തിരക്കൊന്നുമില്ലായിരുന്നു. അവിടെ കയറി നല്ല പുറത്ത് ഭയങ്കര ആർത്തലച്ച മഴ പെയ്യുവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തണുത്തിട്ട് വയ്യ കേട്ടോ. എനിക്കല്ലെങ്കിലും പുറത്തിറങ്ങിയ ചായ കുടിക്കണം, ഭയങ്കര 100 പ്രശ്നങ്ങളാട്ടോ. എന്തെങ്കിലുമൊക്കെ കഴിക്കണം, എന്തെങ്കിലുമൊക്കെ മേടിക്കണം, എന്നാലൊക്കെ ഒരു തൃപ്തിയുള്ളൊരു സന്തോഷമുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തു ഇവിടെ കയറിയിട്ട് നമുക്ക് കഴിക്കാം. ഞങ്ങളിവിടെ കയറുന്ന ഇടയ്ക്ക് കേട്ടോ.
ഒരു കുഞ്ഞി കോഫി ഷോപ്പ്. അപ്പോൾ അങ്ങനെ എന്നിട്ട് അവിടെ കയറി ചൂടോടെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാൻ നിർത്തി. ഇനിയും കുറച്ച് സാധനങ്ങൾ എനിക്ക് മേടിക്കാനുണ്ട്. പിന്നെ ഇത് നമ്മുടെ നീതി സ്റ്റോറല്ല, മാവേലി സ്റ്റോർ, അവിടെ നമുക്ക് റേഷനൊക്കെ മേടിക്കുന്നത്. അപ്പോൾ ഒരു സംഗതി നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ റേഷൻ കാർഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതായി 1 കിലോ പഞ്ചസാരയും പിന്നെ 1-2 ഉഴുന്നോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വില കുറച്ച് കിട്ടും. അപ്പോൾ നമ്മൾ എന്തിനാ അതൊക്കെ കളയണേ, അതൊക്കെ മേടിക്കും. പിന്നെ നമ്മൾ നമ്മുടെ പട്ടിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് അരി മേടിക്കണം. ഇവിടെ കുറച്ച് വില കുറച്ച് കിട്ടും. റേഷൻ നമുക്ക് കുറച്ചേ ഉള്ളൂ, 5 കിലോ അങ്ങനെയാണുള്ളൂ, അത് തരും. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വില കുറച്ചിട്ട് കുറച്ച് അരിയും കിട്ടും, 5-10 കിലോ അത്രയൊക്കെ കിട്ടും, 5 കിലോയാണ്. അപ്പോൾ അതെല്ലാം മാസം ഞാനിവിടെ വന്ന് മേടിക്കും. പിന്നെ ഇന്നത്തെ എൻ്റെ പർപ്പസ് ഈ 2 ചൂല് മേടിക്കുക എന്നുള്ളതാണ്. അമൃത കൊച്ചനോട് പറഞ്ഞായിരുന്നു പിന്നെ ഈർക്കിളി ചൂല് ഒരു കുണയിൽ ഇങ്ങനത്തെ ചൂല് മേടിക്കണം എന്ന്. അപ്പോൾ അത് കൂടി ഞാൻ മേടിച്ചു. പിന്നെ ഞങ്ങൾ നേരെ ഇനി തിരിച്ച് പോരാന്നായി. അപ്പോൾ ഞാനിങ്ങനെ വണ്ടിയിലിരുന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കായിരുന്നു കേട്ടോ. എൻ്റെ മനസ്സിൽ മുഴുവൻ ഇപ്പോഴുള്ള ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനോട് വർത്താനം പറയുന്നുണ്ട്, പക്ഷേ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു കേട്ടോ. ഇതൊരു പീക്കിരിമക്കാൻ പോലെ 8ാം മാസത്തിൽ ഉണ്ടായതാണ് കേട്ടോ അശ്വൻ കൊച്ച്. പ്രീമച്വർ ബേബി ആയിരുന്നു. എന്നിട്ട് ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് 3 ദിവസം പെയിനൊക്കെ അടിച്ച് അവസാനം ഡോക്ടർമാർക്കൊരു പ്രതീക്ഷയില്ലാതെ സിസേറിയൻ ചെയ്യാൻ പറ്റത്തില്ല, കാരണം എനിക്ക് എൻ്റെ ഹെൽത്ത് ഓക്കെ അല്ല, പിന്നെ കൊച്ച് പ്രീമച്വർ ബേബിയാണ്, അതുകൊണ്ട് എന്താവുമെന്ന് അറിയത്തില്ല. അങ്ങനെ അന്ധകാലത്ത് കേട്ടോ, ഇന്നൊക്കെ ആണെങ്കിൽ എപ്പോൾ സിസേറിയൻ ചെയ്തെന്ന് ചോദിച്ചാൽ അതെ, അതുകൊണ്ട് നോർമൽ ഡെലിവറി ട്രൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് 3 ദിവസം എന്നെ ഇട്ട് കൊല്ലാക്കൊല ചെയ്ത് വേദനിപ്പിച്ച അവസാനം കൊടിലും ചുറ്റികയും വടിവാളും ഒക്കെ എടുത്ത് പറിച്ചെടുത്താണ് ഈ കൊച്ചിനെ. അങ്ങനെ പ്രീമച്വർ ബേബി ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു കേട്ടോ ആ കാര്യങ്ങളൊക്കെ. ഇത് പ്രീമച്വർ ബേബി ആയതുകൊണ്ട് ഇതിനെ ഇൻക്യുബേറ്ററി വെക്കണമെന്ന് ആദ്യം ഡോക്ടർ പറഞ്ഞു. അത് കഴിഞ്ഞ് ഡോക്ടർ വന്ന് റൗണ്ട്സിന് വന്നപ്പോൾ ഇതൊരു പീക്കിരിമാക്കാനാണെങ്കിൽ ഇത് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മടിയിലേക്ക് എടുത്ത് വെക്കുമ്പോഴത്തേക്കും തന്നെ ഇങ്ങോട്ട് വാ അമ്മേൻ്റെ മാമ ഇങ്ങോട്ടാ ഞാൻ കുടിക്കട്ടെ, എന്നെ ഇൻക്യുബേറ്ററിലൊന്നും വെക്കണ്ട എന്നുള്ള മട്ടിൽ കണ്ണും വീഴ്ച ഭയങ്കര ആക്റ്റീവായിട്ട് മിൽക്കൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പം ഡോക്ടർ എന്നെ പറഞ്ഞു, ഇത് ഇത്ര ആക്റ്റീവാണോ 8ാം മാസത്തിലുണ്ടായിട്ടും, ഇതിനെ എന്നാൽ ഇൻക്യുബേറ്ററി വെക്കണ്ടെന്ന് പറഞ്ഞു. അതിന് അമ്മേൻ്റെ കൂടെ തന്നെ കിടത്തിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കാര്യമൊക്കെ ഇങ്ങനെ എന്നെ ആലോചിക്കുമായിരുന്നു കേട്ടോ. എൻ്റെ ദൈവമേ, എത്ര എത്ര പെട്ടെന്നാണ് കടന്നുപോയത്. ഇപ്പം അവന് 22 വയസ്സായി, അവനിപ്പോൾ വണ്ടി ഓടിക്കുന്നു. അന്നൊരു കുഞ്ഞായിട്ട് ഈ എന്താ പറയുക, ലാനുകോ എന്നൊക്കെ പറയണ ഈ കുഞ്ഞ് പിരികവും രോമങ്ങളും ഒന്നും ശരിക്കും വന്നിട്ടില്ല. കണ്ണിൻ്റെ ഒന്നും ഇല്ല, പിരിവൊന്നും ഇല്ല, അതൊന്നും ഇല്ലായിരുന്നു. അത്രയും പ്രീമച്വറായിരുന്നു. എന്നിട്ട് അങ്ങനെയൊക്കെ ഒരു കുഞ്ഞ് പീക്കിരിയായിട്ട് ഉണ്ടായിട്ട് അതിപ്പം കാറൊക്കെ ഓടിക്കുന്നതാണ്. ഇപ്പം ഞാൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാനിരുന്ന് ആലോചിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ ഇങ്ങനെ പോരുമ്പോൾ. ഇനി നമുക്ക് നമ്മുടെ കുറച്ച് ഏത്തപ്പഴമൊക്കെ മേടിക്കാനുണ്ട് ഇവിടുന്ന് ഒരു ഷോപ്പിൽ നിന്ന്. അപ്പോൾ അവിടുന്ന് ഏത്തപ്പഴമൊക്കെ മേടിച്ചിട്ട് പിന്നെ നമുക്കിപ്പോൾ വലിയ ഷോപ്പിംഗ് അല്ല കേട്ടോ, ഇത് കുഞ്ഞ് പീക്കിരി ഷോപ്പിംഗ് എന്ന് പറയാം. ഇറച്ചി മീനും അങ്ങനെ ഞങ്ങൾക്കും ഡോഗ്സിനും ഒക്കെയുള്ള ചിക്കനും ഫിഷും ഇതുമൊക്കെ തൽക്കാലം മേടിക്കാൻ വേണ്ടി പോകുകയാണ്. ഇപ്പോൾ വേറെ ഒന്നുമില്ല, ചെന്നിട്ടെല്ലാം കുക്ക് ചെയ്യണം. ഭയങ്കര മഴ കഴിഞ്ഞതിൻ്റെ ഒരു ശാന്തതയുണ്ട് ഇവിടെ, പക്ഷേ ഭയങ്കര മഴയാണ് കേട്ടോ ഈ ദിവസങ്ങളിലൊക്കെ. അങ്ങനെയാണ്. ഇനിയിപ്പം ഇങ്ങോട്ടെത്തി. ഇനി ഞങ്ങളെപ്പോഴും പോകുമ്പോൾ ഗേറ്റ് തുറന്നിട്ടിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ഡിയോണേനെയും അതുപോലെ ഐറേനെയും ഞങ്ങൾ കൂട്ടിലിട്ടിട്ട് പോകും കേട്ടോ. ഐറയ്ക്ക് ഒരു ബോധവും ഇല്ല, അത് കൂട്ടിന്നെങ്ങാനും അറിയാതെ ചങ്ങലേന്നെങ്ങാനും ഊരിപ്പോയാൽ നേരെ ഈ മെയിൻ റോട്ടിൽ വന്നിരിക്കുക. ഇന്നാളൊരു ദിവസം ഒറ്റയോട്ടത്തിന് ഇവിടെ വന്നിരിക്കുക. വണ്ടി ഇടിച്ചാൽ തീരില്ല, ഞങ്ങൾ ഓടിയിട്ട് പുറകെ എത്തുന്നില്ല. അതുപോലെ എന്നിട്ട് റോഡിൻ്റെ നടുക്കൊന്ന് കുത്തിയിരിക്കും, അതിന് ബോധവേ ഇല്ല. അതുകൊണ്ട് തന്നെ അതിനെ പൂട്ടിയിട്ടിട്ട് പോയില്ലെങ്കിൽ എങ്ങാനും ചങ്ങലെങ്ങാനും പൊട്ടിച്ചാലോ, അങ്ങനെയാണ്. കഴുത്തിലെ ബെൽറ്റൊക്കെ ഇതുങ്ങൾ ഇടയ്ക്ക് പൊട്ടിക്കും, അങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ ഞങ്ങൾ 2 പേരും കൂടി പോവുകയാണെങ്കിൽ ഇതിനെ ഇങ്ങനെ കൂട്ടിൽ കയറ്റിയിട്ട് വരും. അപ്പോൾ ഞങ്ങൾ വരെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ബഹളമാണ് കേട്ടോ. ഞങ്ങൾ ഇത്രയും നേരം കാണാതെ ഒരു അര മിനിറ്റ് പോലും ഇനി ഞങ്ങളെ കാണാതിരിക്കുന്ന ഇഷ്ടമില്ല എല്ലാവർക്കും, പൂച്ചയ്ക്കും അതെ പട്ടികൾക്കും ഒക്കെ അതെ. അപ്പം നമ്മൾ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുമായിരിക്കും. മടുത്തോ? കൂട്ടിലിരുന്ന് മടുത്തോ? കുത്തിയിരുന്ന് മടുത്തോ? മടുത്തോ? അപ്പാ നോക്കിയിരുന്ന് മത്തോ? മേത്തോട്ടേറല്ലേ? മേത്തോട്ട് കയറുന്ന എന്തിനാ? മടുത്തോ ഞങ്ങളെ നോക്കിയിരുന്ന? മടുത്തോപ്പാ? കൊച്ചു മടുത്തടാ നോക്കിയിരുന്നു. അതിനെ ചങ്ങനെ ഇട്ടിട്ടില്ല. കണ്ടോ, നമ്മളെ കണ്ടാൽ മാത്രം ചെവി താത്തും, വട്ടം പിടിക്കില്ല. സേഫ് സോൺ ആയതുകൊണ്ട്. അല്ലെങ്കിൽ ചെവി ഇങ്ങനെ കൂർപ്പിച്ച് ശത്രുക്കൾ വരുമ്പോൾ. ഓ നിന്നെ ഇപ്പൊ കാണാൻ മേത്ത് കയറാതെ ഭിത്തി മുഴുവൻ നോക്കി ചവിട്ടി ചെളിയാക്കിയേക്കണേ വെള്ളപ്പെയിന്റ്. ഇപ്പൊ കാണാം.
എനിക്ക് പേടി എൻ്റെ അടുത്ത് വരാം. അപ്പോഴത്തേക്ക് ഇത് ഐറേൻ്റെ ഡിയോണേൻ്റെ 1 വയസ്സാവുന്നേ ഉള്ളൂ കേട്ടോ. ഐറേൻ്റെ ഡിയോണേൻ്റെ സ്നേഹം നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. എൻ്റെ കൂട്ടുകാരെ ഇത് കഴുത്തിൻ്റെ അവിടം വരെ ചാടി കയറും കേട്ടോ. എന്നിട്ട് നമ്മൾ നോക്കി ഉമ്മ വെച്ച് കയ്യിലൊക്കെ പിടിച്ച് കടിച്ചെന്ന് വെച്ചാൽ സ്നേഹത്തോടെ കിറുകിറുന്ന് കാണിക്കത്തുള്ളൂ. എന്നാലും എനിക്കിഷ്ടമില്ല കേട്ടോ അങ്ങനെ ഇതിങ്ങളുടെ സലൈവയൊക്കെ ആവുക അങ്ങനെയൊക്കെ. പക്ഷേ ഒത്തിരി ഞാനിങ്ങനെ തലോടി കൊടുക്കും, തലയിലും മേത്തുമൊക്കെ. എന്നിട്ട് ഇങ്ങനെ കിടന്നു വരും. നമ്മൾ ബോഡി ഫുൾ മസാജ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ്. പക്ഷേ കൊച്ചു പിന്നെ എപ്പോഴും കുളിപ്പിച്ചൊക്കെ വൃത്തിക്കൊക്കെ കൊണ്ടു നടക്കുന്നത്. എന്നാൽ പോലും നിങ്ങൾ ചാടി കയറുന്നത് എനിക്കിഷ്ടമില്ല കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ആ ഡ്രസ്സ് അലക്കണ്ടേ, അങ്ങനെയൊക്കെയാണ്. 2 കണക്കാണ് കേട്ടോ ഇവിടെ അടുത്തത് ഡിയോണ. ഇതിന് നമ്മൾ ഇച്ചിരി കയറി കൊടുത്താൽ ഇതിന് സഹിക്കത്തില്ല കേട്ടോ. ഭയങ്കര കുരയുമ്പോഴൊക്കെ കുശുമ്പെന്ന് വെച്ചാൽ കുശുമ്പ്. പക്ഷേ ഡിയോണൊക്കെയാണ് കുശുമ്പില്ല കേട്ടോ. ഇതിനത്തിലും ഭയങ്കര സ്നേഹം. ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ഇത്രയും ഒരു സ്നേഹം നമുക്ക് താങ്ങാനേ പറ്റത്തില്ല. അത്രയാണ് ഇവരുടെ കെയർ സ്നേഹം. ഇച്ചിരി നേരം അകത്ത് പോയിട്ട് പിന്നെ തിരിച്ചു വന്നാൽ ഇതേ അവസ്ഥ തന്നെയാണ്. അങ്ങനെയാണ്. അഴിച്ചുവിടാൻ പറ്റത്തില്ല കേട്ടോ. ഈ വീടെടുത്ത് തിരിച്ച് മറിച്ച് വെക്കും. എല്ലാ സാധനവും എടുത്തുകൊണ്ട് പോയി കടിക്കുക. ഇതുങ്ങൾ കുഞ്ഞുങ്ങളാട്ടോ ശരിക്കും പറഞ്ഞാൽ. 1 വയസ്സേ ആയിട്ടുള്ളൂ, 1 വയസ്സാകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇതുങ്ങൾക്കൊരു ബോധവാദമൊന്നും ശരിക്കും വന്നിട്ടില്ല. അങ്ങനെയാണ് അങ്ങനെ ഒക്കെ ഇരിക്കുന്നത്. എന്നാലും ഞങ്ങൾക്കും ഇതുങ്ങളെ മിസ്സിങ്ങാണ്, ഇതുങ്ങൾക്ക് ഞങ്ങളെ ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ്. ഇനി നമുക്കിന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. മഴയൊന്ന് തോർന്ന് നിൽപ്പുണ്ട്. ഇനി നമുക്ക് പോയിട്ടെല്ലാം കുക്ക് ചെയ്യണം, എല്ലാം എടുത്ത് അടുക്കി പെറുക്കി വെക്കണം. അതൊക്കെ തന്നെയാണ് ഇന്ന്. പിന്നെ വൈകുന്നേരത്തേന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണം. പിന്നെ ഡിന്നറിന് എന്തെങ്കിലുമൊക്കെ വേറെ ഉണ്ടാക്കി വെക്കണം. ഡിന്നർ മാത്രമല്ല, പിറ്റേ ദിവസം രാവിലത്തേനുള്ളതും കൂടി ഞാൻ എന്തെങ്കിലും കരുതി വെക്കും. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് ചായയൊക്കെ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അങ്ങനെ അതിന് വേണ്ടി കുക്ക് ചെയ്യാം. അന്നേരം കുറേ സമയം പോകണ്ടല്ലോ. അങ്ങനെയാണ്. ചില സംഗതികൾ രാവിലെ തന്നെയാണ് ഞാൻ കുക്ക് ചെയ്യുക. അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പം അങ്ങനെ പോകാം. കുറേ റോസാപ്പൂക്കളും അത് ഇതൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. കമേരിയ പ്ലാന്റ് മുട്ടൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പുറ സൈഡിൽ. അത് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്ത് വെക്കണം എന്ന് ഓർക്കുവാണ്. ഒത്തിരി പേര് കമേരിയ പ്ലാന്റ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ തൈകളെല്ലാം വേറെ പുതിയ തൈകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത് വേണ്ടവരൊക്കെ അത് മൊട്ട് വിരിയാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വിരിഞ്ഞ് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഒത്തിരി നല്ല പ്ലാസ്റ്റിക് പൂ പോലത്തെയാണ് കമേലിയ പ്ലാന്റ്. അങ്ങനെ പിന്നെ മണിമുല്ല, അതുപോലെ തന്നെ ഒത്തിരി ഇറങ്കൂൺ ക്രീപ്പർ, അങ്ങനെ കുറേ ക്രീപ്പർ പ്ലാന്റുകൾ നമ്മൾ സെയിലുണ്ട്. ആവശ്യമുള്ളവരൊക്കെ ചോദിച്ചോളൂ കേട്ടോ. ഇവിടെ കുറേ മുകളിലേക്ക് ഞാൻ കുറേ വള്ളി കയറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുകളിലേക്ക് ആകുമ്പോൾ പൂക്ക് വിരിഞ്ഞ് നല്ല രസമായിരിക്കുമല്ലോ. അങ്ങനെ റോസാപ്പൂക്കൾ ഇഷ്ടം പോലെ ഇപ്പോൾ വിരിയുന്നുണ്ട് കേട്ടോ. വെള്ള റോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഈ വള്ളി റോസുകൾ എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. അതാകുമ്പോൾ അങ്ങ് എന്താ പറയുക, ഒത്തിരി പൊക്കത്തിലേക്ക് പോയി ഇന്ന് ശല്യമില്ലാതെ, താഴെ ശല്യമില്ലാതെ നമുക്ക് ഇടപെടാം. അങ്ങനെയാണ്. അപ്പം മുകളിലേക്ക് അങ്ങ് കയറ്റി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വിരിഞ്ഞ് എപ്പോഴും ഉണ്ടാവുന്നതും ഇങ്ങനത്തെ വള്ളി റോസകൾ തന്നെയാണ്. നിറച്ചുണ്ടായിട്ടുണ്ട്. കുറേ ദിവസം നിൽക്കും. ഒരു സെക്ഷൻ കഴിയുമ്പോൾ ഒന്നിച്ച് കുറേ എണ്ണം ഉണ്ടാവും. പിന്നെ അടുത്തത് അങ്ങനെ. അപ്പം മഴയൊക്കെ പെയ്ത് ചെടികളും ബാക്കിയുള്ള മരങ്ങളെല്ലാം ഉഷാറോടെ വളരുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് വേണ്ടവരെല്ലാം ഈ വാട്സപ്പ് നമ്പറിലേക്ക് വരൂ കേട്ടോ. മെസ്സേജ് വിടൂ കേട്ടോ. പിന്നെ സൈറ്റിൽ കൂടെ കയറി ഓർഡർ കൊടുക്കുകയാണെങ്കിൽ അതിൽ കൊടുത്തോളൂ. ഒത്തിരി പ്രോഡക്റ്റുകളുണ്ട്. ബോഡി മോയ്സ്ചർ, ലിപ് ബാം, അതുപോലെ ഹെയർ ഓയിൽ, ഒത്തിരി സാധനങ്ങളുണ്ടല്ലോ. പിന്നെ നമ്മുടെ ഔഷധ കാപ്പി എല്ലാം നിങ്ങൾക്ക് ഉപകാരമുള്ള സാധനങ്ങൾ തന്നെയാണ്. അതൊക്കെ ആവശ്യമുള്ളവർ വന്നോളൂ, നോക്കിക്കോളൂ, മേടിച്ചോളൂ കേട്ടോ. വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ എല്ലാത്തിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ വാട്സപ്പിൽ വരൂ, മെസ്സേജ് വരൂ കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് വേണം കേട്ടോ. പിന്നെന്താ, അപ്പം ടാറ്റാ.